ആമേൻ ക്ഷേമത്തോടെ കർത്താവിനെ ഉയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ആമേൻ ജീവിതത്തിൽ വലിയ അവസരം ഒരുക്കിയ കർത്താവിൻ്റെ ദയയെ ഓർത്ത് നന്ദി പറഞ്ഞാട്ടെ. അധരങ്ങളെല്ലാം തുറന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ, സ്തുതിച്ചു തുടങ്ങിയാട്ടെ ആ കർത്താവിനെ. ആമേൻ ആമേൻ ഈ ഒരു പുതിയ വർഷത്തിലും ഈ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ആമേൻ ഈ വർഷം തുടങ്ങാൻ നമ്മളെ ഇടയാക്കി തീർത്ത വലിയ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. അല്പസമയം അന്യഭാഷകൾ അല്പസമയം അധരങ്ങളെല്ലാം തുറന്നൊന്ന് ചലിപ്പിച്ച് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ആരും മൗനമായിരിക്കാതെ അധരങ്ങളെല്ലാം തുറന്ന് ഇന്ന് പകലിലും ആ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ ഒന്ന് വാഞ്ചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഈ മീറ്റിങ്ങിന്റെ മുഴുവൻ കർത്തൃത്വം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങ് ഇതിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്താൽ മാനുഷിക കരങ്ങളെക്കാളുപരി കർത്താവേ അങ്ങയുടെ കരം ഇന്ന് പകലിൽ ഇതിന്റെ നടുവിൽ ചലിക്കണം. ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അങ്ങയുടെ കരത്തെ ഇന്ന് പകലിൽ ഒന്ന് ചലിപ്പിക്കണം. ഇന്ന് പകലിലും മറ്റൊരുത്തിനും രക്ഷയില്ല. ഇന്ന് പകലും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം അത്ര. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിലും ആ ദൈവിക ശക്തിയെ പകരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വാസത്തോടെ ആ കരങ്ങളെല്ലാം ഒന്ന് ചേർത്തടിച്ച് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകലും ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറയാൻ കഴിയും, കർത്താവേ അങ്ങയുടെ അളവില്ലാത്ത ദൈവിക സാന്നിധ്യത്തെ ഇന്ന് എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് പറഞ്ഞു. ഇന്ന് പകലും എത്ര പേർക്ക് പറയാൻ കഴിയും, ആമേൻ ആ കർത്താവ് അല്ലാതെ മറ്റൊരുത്തനും എനിക്ക് രക്ഷയില്ല. ആ കർത്താവിന്റെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പകലിൽ ഞാൻ ജീവനോടായിരിക്കുന്നത്. ആമേൻ രോഗങ്ങൾ ആമേൻ വരാഞ്ഞിട്ടല്ല, ഭാരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ എല്ലാം നടുവിൽ അത്ഭുതകരമായി എന്നെ നടത്തുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിലും എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവ് ഇതുവരെ നടത്തിയ ആ കരം ഇനിയുള്ള നാളിലും എനിക്ക് മതി. എത്ര വലിയ രോഗങ്ങൾ എൻ്റെ മുൻപിൽ വന്നാലും, എത്ര വലിയ ഭാരങ്ങൾ ആമേൻ തിരമാല പോലെ എൻ്റെ മുൻപിൽ ഉയർന്നാലും, അതിൻ്റെ നടുവിൽ അപ്പൻ്റെ കരം എൻ്റെ കൂടെ മതി. അപ്പൻ്റെ കരം എൻ്റെ കൂടെ മതി. അപ്പൻ്റെ കരം എൻ്റെ കൂടെ മതി. ചേർന്നൊന്ന് പാടണം. നിന്മാർഗിലല്ലാതെ ശബ്ദമെല്ലാം ഉയർത്തി പാടിയ രക്ഷക, ഓ രക്ഷക ദൈവമേ, നീ അല്ലാതില്ലാരും മാത്രം അങ്ങല്ലാതെ മറ്റാരുമില്ലപ്പ. ഈ പുതിയ വർഷത്തിലും അങ്ങയുടെ കരമല്ലാതെ മറ്റൊന്നുമില്ല. യേശു മാത്രം മതി.
മാത്രമേ ചേർന്നത് പാടി. ക്ഷീണിത രോഗത്തിൽ എൻ ക്ഷീണിത രോഗത്തിൽ നീ മാത്രമേ വൈദ്യനോ മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി നിൻ മാർവിടം എൻ്റെ ആശ്രയം എൻ്റെ യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യ കർത്താവിന്റെ മധുര രുചിച്ചറിഞ്ഞവരൊന്നും പാടി നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്താവിന്റെ നന്മകളെ രുചിച്ചറിഞ്ഞു, ആ കർത്താവിന്റെ കൃപകളെ രുചിച്ചറിഞ്ഞു. ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ നിമിഷം വരെ ആ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞവർ ആ ജനത്തിനെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഈ കർത്താവിന്റെ നാമത്തെ ഉയർത്താതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ആ കർത്താവിനെ ആമേൻ നല്ലവണ്ണം രുചിച്ചറിഞ്ഞവർക്ക് ആമേൻ ഒരാളുടെ പ്രേരണ കൂടാതെ ഈ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ കഴിയും. ഇന്ന് പകലിലും ആമേൻ ഞങ്ങളുടെ പ്രേരണയാലല്ല, ആ കർത്താവിനെ നിങ്ങൾ ശരിക്കും രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രേരണ കൂടാതെ ഈ നാമത്തെ ഒന്ന് ഉയർത്താൻ കഴിയുമോ? ആമേൻ. 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 ഞങ്ങൾ പാടുന്നത് കേട്ടല്ല, ആ കർത്താവ് ശരിക്കും ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ചെയ്തതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആമേൻ എങ്ങനെ പാടാതിരിക്കാൻ കഴിയും? കർത്താവേ, നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, എൻ്റെ എല്ലാത്തിലും കർത്താവേ നീ മാത്രം, നീ മാത്രം. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപ യേശു ക്രിസ്തു. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ രോഗത്തിന്റെ കയ്പ് കൊണ്ടിട്ടപ്പോ, കടഭാരത്തിന്റെ കയ്പിട്ടപ്പോ, ആമേൻ വേദനയുടെ കയ്പ് നേരിട്ടപ്പോ ആമേൻ അവിടെ മധുരമായി ഇറങ്ങി വന്നൊരു കർത്താവിന്റെ സ്നേഹമുണ്ട്. ഇന്ന് പകലിലും ആ സ്നേഹത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഓർത്ത് ആമേൻ ആ കർത്താവിന്റെ ആമേൻ ആ
ആ സ്നേഹത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകലും ഒന്ന് കൊണ്ടുവന്നേ. ആമേൻ. ആ സ്നേഹത്തിന്റെ മാതിരി നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ആമേൻ തിരിച്ചറിഞ്ഞ ഇന്ന് പകലിലും ആ നാമത്തെ ഉയർത്താതിരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ആമേൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് ആമേൻ എന്ന് വെച്ചാൽ ആമേൻ ആരുടെ പ്രേരണ കൂടാതെ ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ ഇന്ന് പകൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആമേൻ. പൗലോസും ശീലാസും ആമേൻ കാരാഗ്രഹത്തിൽ ആരാധിച്ചത് ആരുടെ പ്രേരണ പ്രകാരമല്ല. ആമേൻ. അവരെ ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് അത്ഭുതം കാണണമെന്നോ ആമേൻ കൊണ്ടല്ല. ആമേൻ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. ഇന്ന് പകലിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ആമേൻ എനിക്ക് ഉറപ്പുണ്ട് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയത് അവസാനം അറിഞ്ഞ വ്യക്തികളായിരിക്കാം പൗലോസ് ശീലാസും. കാരണം അവരുടെ ആരാധന ഹൃദയത്തിൽ നിന്നായിരുന്നു. ആമേൻ. നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്തെന്ന് നിങ്ങൾ നോക്കണ്ട. ആ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് പകലും ഓർത്തുകൊണ്ട് ആരാധിച്ചു. ആമേൻ. അതുകൊണ്ട് ഈ വരികളൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി ഒന്ന് പാടി. തേനിലും മാധുരമാ തേനിലും മാധുരമാ യേശു ക്രിസ്തു മാധുരമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ